How to create your study timetable. So welcome to my channel Tips for You. എങ്ങനെയാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് യുവർ ലേണിംഗ് സ്റ്റൈൽ. ഓരോരുത്തരും പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ചില ആൾക്കാർ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും, കണ്ടു പഠിക്കുന്നവരായിരിക്കും. ചില ആൾക്കാരാണെങ്കിലോ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, അവർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ. അതേപോലെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്, അവർ ബൈ പ്രാക്ടീസിലൂടെ കൂടുതൽ മനസ്സിലാക്കുന്നവരായിരിക്കും. അതേപോലെ ബൈ ടീച്ചിങ് അതേഴ്സ്, ഒരു കുട്ടി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്ത് പഠിക്കുന്നവരായിരിക്കും മറ്റു ചിലർ. ചില ആൾക്കാർ വായിച്ച് പഠിക്കുന്നവരായിരിക്കും, വീഡിയോ നോക്കി പഠിക്കുന്നവരായിരിക്കും, മിററിൽ നോക്കി പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരുപാട് ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ യുവർ സബ്ജക്ട്സ്. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട്, ഏത് സബ്ജക്റ്റ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും നിങ്ങളൊരു നോട്ടിൽ എഴുതി വയ്ക്കുക, ഇത്ര സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്ട്സ് മാത്രം എഴുതിയാൽ പോരാ, അതിൽ എത്ര പോർഷൻസ് ഉണ്ടെന്നും കൂടി എഴുതണം. റാങ്ക് ദം ആൻഡ് പ്രയോറിറ്റൈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അത് നമ്മൾ റാങ്ക് ചെയ്യുക. അതിൽ ഏത് നിങ്ങൾ ആദ്യം പഠിക്കണം, ഏതാണ് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് അതർ ആക്ടിവിറ്റീസ് യു വാണ്ട് ടു ഡു. അതായത് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം മാറ്റുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആക്ടിവിറ്റീസ് കൂടി ലിസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെഡ്യൂൾ ബ്രേക്സ്. പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നത് ഒട്ടും നടക്കാത്ത കാര്യമാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങളെ കുറച്ചും കൂടി മൈൻഡ് റിഫ്രഷ് ചെയ്യാനും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് പഠിക്കാനും ഹെൽപ്പ് ചെയ്യും. That's it for today. Stay tuned.